ശ്യാം ദേവരാജ് കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഗുരുതരമായ വകുപ്പുകളുടെ അഭാവം. രണ്ടാമത്തേത്, അറസ്റ്റ് നടപടിക്രമങ്ങളിലെ വീഴ്ച. ഇത് രണ്ടുമുണ്ട്. പിന്നെ തുടർച്ചയായി വേണമെങ്കിൽ ഹാജരാകാം, പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകാം എന്നതുകൂടി വ്യക്തമാക്കിയതോടുകൂടി DG മോഹൻദാസിന് ജാമ്യം. മാധു, ഇതിൽ കോടതി നടപടികൾ വീഴ്ചതിനാൽ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TG മോഹൻദാസിന് കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയാണ്, ACJM കോടതി, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. വ്യവസ്ഥകളോടെയാണ് ജാമ്യം. നാളെ മുതൽ തുടർച്ചയായി 3 ദിവസം അന്വേഷണത്തിന് ഹാജരാകണം. അത് 3 ദിവസം തുടർച്ചയായി ഹാജരാകണം. നാളെ മുതലാണ് ഹാജരാകേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശവും കൂടി TG മോഹൻദാസിനോട് ഹൈക്കോടതി നൽകുകയും ചെയ്തിരിക്കുന്നു. ACJM കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് വയ്ക്കുന്ന ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാമെന്നതായിരുന്നു TG മോഹൻദാസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. പക്ഷേ ഇതിൽ ഈ ജാമ്യം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് പോലീസ് നൽകിയ നോട്ടീസിലെ വീഴ്ചയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം അഭിഭാഷകൻ വാദത്തിനിടെ ഉയർത്തിക്കാട്ടിയ TG മോഹൻദാസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ ഉയർത്തിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്നത് ഈ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമുണ്ട്. അങ്ങനെ ഒരു കുറ്റം ഉണ്ടായിരിക്കെ അങ്ങനെ ഒരു കുറ്റം ചുമത്തിയാൽ സ്വാഭാവികമായും ആദ്യം ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകണം. ക്രിമിനൽ നടപടിക്രമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 35(3) വകുപ്പ് അനുസരിച്ച് ആദ്യം നോട്ടീസ് നൽകണം. ആദ്യം നോട്ടീസ് നൽകി വിളിപ്പിച്ചതിന് ശേഷം മാത്രമേ, ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കാവൂ, അഥവാ അറസ്റ്റിലേക്ക് കടക്കാവൂ. ഇവിടെ അത്തരമൊരു നോട്ടീസ് ഉണ്ടായിരുന്നില്ല. അത്തരമൊരു നോട്ടീസ് നൽകാതിരുന്നത് അറസ്റ്റ് നടപടിക്രമങ്ങളുടെ വീഴ്ചയാണ് എന്നാണ് അഭിഭാഷകൻ TG മോഹൻദാസിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്, ACJM കോടതിയെ അറിയിച്ചത്. അക്കാര്യം കോടതി അപ്പോൾ തന്നെ പ്രോസിക്യൂഷനോട് വിശദമായി ആ രീതിയിൽ ചോദിക്കുകയും ചെയ്തിരുന്നു. പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് എന്ത് എന്ന് ACJM കോടതി ആ ഘട്ടത്തിൽ തന്നെ ചോദിക്കുകയും ചെയ്തിരുന്നു. നോട്ടീസ് നൽകേണ്ടത് നിയമപരമായ നടപടിക്രമമാണ് എന്ന് ACJM കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യവും കൂടി പരിഗണിച്ചാണ് കോടതി ജാമ്യം നൽകിയത് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. അല്പസമയത്തുള്ളിൽ തന്നെ വിശദമായ ഉത്തരവ് പുറത്തു വരും എന്ന കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുള്ള ആ ഉത്തരവ് വരുമ്പോഴായിരിക്കും അതിന്മേൽ നമുക്കൊരു കൂടുതൽ വ്യക്തത വരികയും ചെയ്യുക. പക്ഷേ കോടതി വളരെ കൃത്യമായി ചോദിച്ചിരുന്നു അല്ലെ, എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്നത് കൃത്യമായി ചോദിച്ചിരുന്നു. കൃത്യമായ അത്തരം ഒരു ചോദ്യം ACJM കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രോസിക്യൂഷനോട് വാദം കേൾക്കുന്നതിനിടെ ചോദിച്ചിരുന്നു. അതായത് അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയില്ല. 35 ക്രിമിനൽ നടപടിക്രമം 35(3) അനുസരിച്ചുള്ള നോട്ടീസ് നൽകിയിട്ടില്ല എന്നാണ് TG മോഹൻദാസിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ, ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ കോടതിയെ അറിയിച്ചത്, ACJM കോടതിയെ അറിയിച്ചത്. കോടതി ആ ഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷനോട് ചോദിച്ചത് പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് എന്ത് എന്നാണ് ACJM കോടതി ചോദിച്ചത്. നോട്ടീസ് നൽകേണ്ടത് നിയമ നടപടിക്രമമാണ് എന്ന കാര്യവും കൂടി ACJM പ്രോസിക്യൂഷനോട് ആ ഘട്ടത്തിൽ ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും TG മോഹൻദാസിന് ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണോ ജാമ്യം നൽകിയതെന്ന കാര്യത്തിൽ നമുക്ക് അല്പസമയത്തിനുള്ളിൽ വ്യക്തത വരും. കാരണം അത് ആ വിധിന്യായം വായിക്കുമ്പോഴായിരിക്കും നമുക്ക് അക്കാര്യത്തിൽ വ്യക്തത വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉത്തരവ്, ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അല്പസമയത്തിൽ തന്നെ നൽകാം എന്ന കാര്യം കൂടി കോടതി, ACJM കോടതി, തിരുവനന്തപുരം ACJM കോടതി വ്യക്തമാക്കുകയും ചെയ്തു. നടപടിക്രമങ്ങൾ അല്പസമയം മുമ്പാണ് പൂർത്തിയാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പോലീസ് കസ്റ്റഡി അപേക്ഷ കൂടി തള്ളിയിരിക്കുന്നു എന്നതാണ്. കാരണം പോലീസ് കസ്റ്റഡിയിൽ TG മോഹൻദാസിനെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നതാണ് കോടതി നിരീക്ഷിക്കുന്നത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. അങ്ങനെ കസ്റ്റഡി അപേക്ഷ തള്ളാനുള്ള കാരണം പ്രതിഭാഗം വാദമായി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കസ്റ്റഡിയിലെടുത്തുള്ള ഒരു ചോദ്യം ചെയ്യൽ അനിവാര്യമല്ല എന്നൊരു വാദമാണ്. മാത്രമല്ല, ഈ പോലീസ് തുടക്കത്തിൽ തന്നെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ തന്നെ അന്വേഷണം ഏതാണ്ട് പൂർത്തീകരിച്ചിരുന്നു. കാരണം മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തെളിവുകളടക്കം പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ TG മോഹൻദാസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ കൂടി ACJM കോടതി പരിഗണിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് TG മോഹൻദാസിന് കോടതി ജാമ്യം നൽകുന്നത്. തുടർച്ചയായും നാളെ മുതൽ തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലാണ് ഹാജരാകേണ്ടത്. ഇത് തിരുവനന്തപുരം സൈബർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് TG മോഹൻദാസിന് ജാമ്യം ലഭിക്കുന്നത്. നേരത്തെ മാധു സൂചിപ്പിച്ച പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന്, വളരെ ശക്തമായ, അതായത് ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള അത്തരം പരാമർശങ്ങളെല്ലാം
TG മോഹൻദാസിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ FIR-ൽ ചുമത്തുന്നതിൽ ആദ്യമേ തന്നെ ചുമത്തുന്നതിൽ പോലീസിന് ഒരു വീഴ്ചയുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ഈ പരാതിക്കാരൊക്കെ പോലീസിനോട് അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. പക്ഷേ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വകുപ്പ് ഇതിൽ FIR-ലോ അല്ലെങ്കിൽ തുടർന്നോ പോലീസ് വിവരങ്ങളുമായി ചേരുകയാണ് ടി വി പ്രസാദ്. ഏറ്റവും അടുത്ത് ഞാൻ നേരത്തെ ടി വി പ്രസാദിനോട് ചോദിച്ചതുപോലെ ഏറ്റവും അടുത്ത് അഞ്ചരക്കണ്ടി സംഭവത്തിൽ പോലും അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാത്തതിന് കോടതി നിശ്ചിതമായ വിമർശനം ഉന്നയിച്ച ഒരു ദിവസം കൂടിയാണിന്ന്. ഇന്നും കോടതിയിൽ ആ കേസ് പരിഗണിച്ചപ്പോൾ ആ വിമർശനമുണ്ടായി. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാതെ ഈ പ്രതിയെയും കൊണ്ട് കോടതിയിലേക്ക് പോകാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നത്? അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് പോലീസിന് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ജൂലൈ മാസം 29-ാം തീയതി FIR എടുത്തതിന് പിന്നാലെ 11 ദിവസത്തോളമാണ് ആ FIR-ൽ ഒരു നടപടിയും എടുക്കാതെ പോലീസ് അടയിരുന്നത് എന്നതാണ്. അതിനുശേഷമാണ് പിന്നീട് ഇന്നലെ അർജുൻ നായങ്കിയുടെ അറസ്റ്റിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയായി. അതിന് പിന്നാലെയാണ് ഇങ്ങനെ വിഷലിപ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്ന, വർഗീയ വിദ്വേഷം തുളുമ്പുന്ന വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറായത് എന്നതാണ്. അറസ്റ്റ് ചെയ്തൊടുവിൽ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിലാണ് നോട്ടീസ് പോലും കൊടുക്കാതെയുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് ബോധ്യപ്പെടുത്തുന്നത്. അത് വാദത്തിനിടയിൽ തന്നെ കോടതി പ്രോസിക്യൂഷനോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരിക്കണം ഉറപ്പായും ജാമ്യം നിഷേധിച്ചത്. ഇനിയിപ്പോൾ ജാമ്യത്തിന്റെ ഉത്തരവ് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് അതിന്റെ വിശദാംശങ്ങൾ എന്തായാലും ലഭ്യമായി തുടങ്ങുക. എന്തായാലും ഏറ്റവും ഒടുവിൽ TG മോഹൻദാസിന് ജാമ്യം കിട്ടുമ്പോൾ ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിൽ നിന്നു എന്നുള്ളത് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആകെ കിട്ടിയ ഒരു പോസിറ്റീവ്. അതായത് റിമാൻഡ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി, കൂടുതൽ അന്വേഷണം കൊണ്ടുപോകണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോയ സൈബർ ക്രൈം പോലീസിന് പിഴച്ചു പോവുകയായിരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നടപടികളിൽ വീഴ്ച വരുത്തി, ഒപ്പം ഗുരുതരമായ വകുപ്പുകൾ കൂട്ടിച്ചേർത്തില്ല എന്നുള്ളത്. CJP സമരത്തിന്റെ ഭാഗമായി സമീപകാലത്തൊന്നും കേരളം കേൾക്കാത്ത രീതിയിലുള്ള വർത്തമാനമാണ് TG മോഹൻദാസിന്റെ വായിൽ നിന്നും വന്നത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. വ്യാപകമായ രോഷമാണ്, വ്യാപകമായ പ്രതികരണമാണ് കേരളത്തിലെമ്പാടും ഇതിനെതിരെ ഉയർന്നു വരികയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെയും ഒരുപാട് തവണ TG മോഹൻദാസ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, വർഗീയ വിദ്വേഷം തുളുമ്പുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള കേസിലേക്കോ കടുത്ത നടപടികളിലേക്കോ പോയിരുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ CJP സമരത്തിന് പിന്നാലെ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമാകുന്നു, പരാതി വരുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്യുമ്പോഴും കടുത്ത വകുപ്പുകൾ അതിൽ ഉൾപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, അറസ്റ്റ് നടപടികളിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നലെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നതിന് പിന്നാലെ തിരക്കിട്ട് നടത്തിയ ഒരു അറസ്റ്റിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ വീഴ്ച പോലീസിന് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും TG മോഹൻദാസ് അകത്തേക്കല്ല മാധു, പുറത്തേക്ക് തന്നെയാണ്. പക്ഷേ വരുന്ന 3 ദിവസങ്ങളിൽ തുടർച്ചയായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയും വേണം.